സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. നാലാം ഘട്ടം സംഘർഷഭരിതമായിട്ടാണ് പൂർത്തിയായത്. ആന്ധ്രയിലും ബംഗാളിലും കയ്യാങ്കളി. ഹൈദരാബാദിൽ തീവ്രപ്രചാരണം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മാധവി ലതയ്ക്കെതിരെ മുസ്ലിം സ്ത്രീകളുടെ പർദ്ദ വലിച്ചുമാറ്റി തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചതിന് കേസെടുത്തു. ഇന്നത്തോടെ തെക്കേ ഇന്ത്യയിലെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 3 ഘട്ടങ്ങളെക്കാൾ BJPക്ക് ദുർഘടമാണ് നാലാം ഘട്ടം. 50% വോട്ട് നേടിയ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഇത്തവണ എങ്ങനെയാകും? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ആപ്പിന്റെ പ്രതിനിധി നവീൻ ജി നാദാമണി, രാഷ്ട്രീയ നിരീക്ഷകൻ CB സത്യൻ എന്നിവരാണ്. ആദ്യം BJP പ്രതിനിധിയിലേക്കാണ്. ശ്രീപത്മനാഭൻ, ഇപ്പോൾ നാലാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. 32% ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലേതിന് സമാനമായ സാഹചര്യം നാലാം ഘട്ടത്തിലും കാണുകയാണ്. പോളിംഗ് ശതമാനം അത്ര ഉയർന്നിട്ടില്ല. എന്താണ് BJP പ്രതീക്ഷ? പോളിംഗ് ശതമാനം കുറയുന്നത് ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങളുടെ വോട്ടുകളൊക്കെ പോളിംഗ് ബൂത്തിൽ എത്തിക്കും. സർക്കാരിനെതിരെ ആൻറ്റി ഇൻക്യുംബൻസി ഇല്ല. അതുകൊണ്ട് BJP വിരോധികൾക്ക് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള ആവേശമൊന്നുമില്ല. അതേസമയത്ത് ഞങ്ങൾ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ വോട്ടുകളും പോളിംഗ് ബൂത്തിൽ എത്തിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് അതാണ്. ഞങ്ങൾക്ക് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ജനക്കൂട്ട പാർട്ടികൾക്കാണ് അതിൻ്റെ ക്ഷീണം. അവരത് അനുഭവിച്ചോട്ടെ, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ അത് BJPക്ക് അനുകൂലമായിരുന്നു. ശ്രീ പത്മനാഭൻ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ആൻറ്റി ഇൻക്യുംബൻസി ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തിനു ഭയപ്പെടാനാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പിൽ അർണബ് ഗോസ്വാമി വരെ എക്സിറ്റ് പോൾ നടത്തി BJP തോൽക്കുന്നു പറഞ്ഞു. വോട്ട് എണ്ണിയപ്പോൾ BJP ജയിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും ഉണ്ട്. ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾക്ക് ഈ ഈ ചൂടത്തും ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ എത്തിക്കാനും വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഞങ്ങളെ ഒട്ടും ബാധിക്കില്ല. അതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. ഞങ്ങളെ കേരളത്തിലടക്കം പോളിംഗ് നടന്ന സ്ഥലത്ത് ആരാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ്, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്നൊക്കെ ഞങ്ങൾ നല്ല പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് ഇല്ല. പക്ഷേ പോളിംഗ് ശതമാനം കൂട്ടാൻ ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ശരി. നവീൻ ജി നാദാമണി, ആപ്പിനെ സംബന്ധിച്ച് ഈ നാലാം ഘട്ടം നിർണായകമാകുന്നത് കേജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞു കേട്ടല്ലോ, പോളിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും കേഡർ വോട്ടുകളാണ്, ഞങ്ങളുടെ വോട്ട് എന്തായാലും വീഴും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ BJP വോട്ടർമാർ എല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് കേജ്രിവാൾ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ഈ നാലാം ഘട്ടത്തെ എങ്ങനെ കാണുന്നു? നാലാം ഘട്ടം തിരഞ്ഞെടുപ്പ് മാത്രമല്ല, എല്ലാ ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പും BJPക്ക് എതിരായിട്ടാണ് വരുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞു, പോളിംഗ് ശതമാനം കുറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇലക്ഷൻ നടന്നില്ലേലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, സീറ്റ് എണ്ണം കുറഞ്ഞാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ സീറ്റുകൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരിക്കുന്ന ആൾക്കാരാണ്. ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവർക്ക്, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോളിംഗ് ശതമാനം കുറയുന്നത് യാതൊരു വിഷമമുള്ള കാര്യമല്ല. പക്ഷേ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് പോളിംഗ് ശതമാനം കൂടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വന്ന ആ വരവിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ തൊടുത്തുവിടുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെട്ടിരിക്കുകയാണ് BJP. ഇപ്പോൾ BJP അരവിന്ദ് കെജ്രിവാളിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും ഉത്തരം പറയേണ്ട ഗതികേടിലോട്ട് വന്നിരിക്കുകയാണ്. BJPയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവിടെ തകർന്നു വീണിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, മംഗൾസൂത്രയും മുസൽമാനും പാകിസ്ഥാൻ, ഖാലിസ്ഥാൻ, ഖബറിസ്ഥാൻ എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് വർഗീയതയുടെ വിഷം ചീറ്റിക്കൊണ്ട് BJP നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു? മോഡിയാണോ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാനായിട്ട് BJP ഇപ്പോൾ നട്ടം തിരിഞ്ഞോടുകയാണ്. ഇവരെ 75 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ മുഴുവൻ മൂക്കുചെത്തി മൂലക്കിരുത്തിയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ? ആ കാഴ്ച മാറിയിട്ട് ഇപ്പൊ മോദിക്ക് മാത്രം എന്താണ് ഒരു ആനുകൂല്യം കിട്ടുന്നത് എന്നുള്ളതിന് ഉത്തരം ഇവർ തന്നെ പറയണ്ടേ? ഈ BJP അധികാരത്തിൽ വന്നാൽ ഒരിക്കലും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നില്ല എന്നുള്ളത് മോദിയും അമിത്ഷായും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. 2014 മോദി പറഞ്ഞതല്ലേ, 75 വയസ്സിന് മേലിലുള്ളവരെ ഈ സ്ഥാനാർത്ഥികളാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ LK അദ്വാനിയെയും അതേപോലെ മുരളി മനോഹർ ജോഷിയെയും മൂലക്കിരുത്തിയത്. പിന്നീട് 2019
അമിത്ഷാ ആവർത്തിച്ച് പറഞ്ഞില്ലേ, വീക്കിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അമിത്ഷാ പറഞ്ഞത് എന്താണ്? 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ BJP അവരുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തത്തില്ല എന്നുള്ളത് തീർത്തു പറഞ്ഞതല്ലേ? പക്ഷേ എക്സെപ്ഷണൽ കേസാണ് മോദി എന്നുള്ളതാണ്. കേജ്രിവാൾ ഇക്കാര്യം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ അമിത്ഷായുടെ മറുപടി 1 മണിക്കൂറിനുള്ളിൽ വന്നല്ലോ, മോദി തന്നെയായിരിക്കും അടുത്ത വട്ടവും പ്രധാനമന്ത്രിയെന്ന്. അതാണ് അമിത്ഷായ്ക്ക് കേജ്രിവാൾ പറയുന്ന ഓരോ വാക്കിനും ഉത്തരം പറയേണ്ട അവസ്ഥയിലോട്ട് ഇന്ന് BJPയും മോഡിയും അമിത്ഷായും എല്ലാം എത്തിയിരിക്കുന്നു. അമിത്ഷാ പറയുന്ന ആ ജുംല എന്നുള്ള സാധനം തന്നെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെയല്ലേ പറഞ്ഞ് 75 വയസ്സിന് മുകളിലുള്ളവരെ ഭരണത്തിന്റെ ഭാഗമാക്കില്ല എന്ന് പറഞ്ഞത് ഈ അമിത്ഷാ തന്നെയല്ലേ 2019 വീക്കിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ്. ആ അമിത്ഷായ്ക്ക് ഇന്ന് പറയേണ്ടി വന്നില്ലേ 75 വയസ്സിന് മുകളിൽ വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി 75 വയസ്സ് തികയുന്ന മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ എന്തിന്റെ പേരിലാണ് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മൂലക്കിരുത്തിയത്? എങ്ങനെയാണ് അങ്ങനെ ഏകാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ്? ഇന്ത്യയിൽ മാത്രമല്ല പാർട്ടിക്കകത്തും നരേന്ദ്രമോദി ഏകാധിപത്യം നടപ്പിലാക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? മുതിർന്ന നേതാക്കളെ ഒതുക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ ഇന്ത്യ ഏകാധിപത്യത്തിലോട്ട് കൊണ്ടുപോകാനല്ലേ ഇവർ ശ്രമിക്കുന്നത്? കൃത്യമായ ചോദ്യങ്ങളാണ് കേജ്രിവാൾ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറിയിരിക്കുകയാണ് ഇവർ. മോഡി വെച്ച ഗ്യാരണ്ടിക്ക് മുമ്പിൽ സാധാരണ നിർത്തിക്കൊണ്ട് കേജ്രിവാൾ വെച്ച് ഗ്യാരണ്ടി എന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ? നമുക്കറിയാം പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് വാട്ട് വുഡ് ബി ദ പ്രൈം ഫംഗ്ഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യം മഹാത്മാഗാന്ധിക്ക് മുൻപിലോട്ട് വന്നപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞൊരു ഉത്തരവുണ്ട്, വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. സാധാരണക്കാരനായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അത് പിന്നീട് ജവഹർലാൽ നെഹ്റു തന്റെ 1ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. ആ പ്രവൃത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ കൊടുത്തത്. അത് തന്നെ എന്താണോ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ചെയ്യുന്നത്, എന്താണോ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ചെയ്യുന്നത്, അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനു മുൻപിൽ പതറിയിരിക്കുമല്ലേ BJP പതറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇന്ന് BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്തിട്ട് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി വരുന്ന മുഴുവൻ ഫേസുകളിലും ഇവർ എത്ര സീറ്റ് നേടുമെന്നാണ് ഇവർ പറയാൻ പോകുന്നത്. ഇനി അടുത്ത ഫേസിൽ നമുക്ക് നോക്കാം. ഏകദേശം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ അടുത്ത ഫേസിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. ഡൽഹിയില്, ഹരിയാനയില്, പഞ്ചാബില്, ചണ്ഡീഗഡില്, ഹിമാചൽ പ്രദേശിലൊക്കെ. ഇവിടെ 35 സീറ്റുകളാണ് മൊത്തത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ 24 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം BJP നേടിയതല്ലേ, 24 സീറ്റുകൾ. ഈ 24 സീറ്റുകൾ ഇനി BJP ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് BJPക്ക് തന്നെ അറിയാവുന്ന ഒരു സത്യമായി മാറിയിരിക്കുകയല്ലേ? അങ്ങനെ BJP പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ജനാധിപത്യത്തിൽ വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട്, ജനാധിപത്യത്തെ തകർക്കാൻ നടക്കുന്നതുകൊണ്ടും പോളിംഗ് ശതമാനം കുറയുന്നതൊന്നും ഇവരെ ബാധിക്കാൻ പോകുന്നില്ല. എന്തിന് വോട്ടെടുപ്പ് പോലും ഇവരെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലോട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വമൊക്കെ തകർക്കാനുള്ള പോക്കല്ലേ ഇവർ വരുന്നത്. ഇവർ അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താന്നുള്ളത് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ? 400 സീറ്റിന് മേളിൽ ഞങ്ങൾ നേടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തിരുത്തുമെന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കല്ലേ? അവിടെ ജനാധിപത്യം തകരാൻ പോവുകയല്ലേ? ജനാധിപത്യത്തിലാണല്ലോ ഈ വോട്ടവകാശമൊക്കെ വരുന്നത്. ആ വോട്ടവകാശത്തെ ഇല്ലാതാക്കും. വോട്ടവകാശം ഇല്ലാതാക്കാൻ പോകുന്നവർക്ക് വോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് പ്രശ്നമുള്ളത്? അതാണ് അവർ മുമ്പിലോട്ട് വെച്ചിരിക്കുന്ന കാര്യം. അവർക്ക് യാതൊരു വിഷയവുമില്ല. പോളിംഗ് കുറഞ്ഞതിനെ പറ്റി യാതൊരു പരിഭ്രാന്തിയും അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോളിംഗിനെ പറ്റി ചിന്തിക്കുന്നേയില്ല. ഇവർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യത്തെ. അവർക്ക് എവിടെയാണ് പോളിംഗിന്റെ പെർസെന്റേജിനെ പറ്റിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിഷമം ഉണ്ടാകേണ്ട കാര്യം? ഇന്നിപ്പോൾ 95 മണ്ഡലങ്ങളിലേക്കാണല്ലോ വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 49 കഴിഞ്ഞ തവണ ഇന്ത്യയെ നേടിയതാണ്. വെറും 11 കഴിഞ്ഞ തവണ ഇപ്പോഴുള്ള ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. ഇത്തവണ ആ അവരുടെ പ്രതീക്ഷ എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ 11 നിന്നും ഈ 49 കടക്കാനൊക്കെ ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം ഈ 4ാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യമാകും എന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ മാറി മറിഞ്ഞ സ്ഥിതിക്ക്. ഈ ഘട്ട വോട്ടെടുപ്പ് വളരെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 50% വോട്ടുകൾ സീറ്റുകൾ ഇതിനകം തന്നെ BJP കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 4ാം ഘട്ടത്തിൽ നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് നമുക്ക് കാണേണ്ട 1-2 വസ്തുത എന്ന് പറയുന്നത്, ആത്യന്തികമായിട്ട് നമ്മളുടെ മഹാരാഷ്ട്ര എടുക്കുക. മഹാരാഷ്ട്രയിലെ ഏതാണ്ട് 13 സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട്. ഈ 13 സീറ്റുകളിൽ 7 സീറ്റുകളും BJP സ്വന്തമാക്കിയതാണ്. അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ അതിശക്തമായ മത്സരം. അതായത് നമ്മുടെ പ്രാദേശിക സമവാക്യങ്ങൾ എന്ന് പറയുന്നത് മാരകമായി മാറിയിരിക്കുന്നു. പ്രാദേശിക സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന സഖ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട് മഹാരാഷ്ട്രയുടെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഈ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മറാത്ത സംവരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.
മറാത്ത സംവരണം എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായമായ മറാഠകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വലിയ ഇമ്പാക്റ്റും ഒപ്പം അതിനൊപ്പം തന്നെ ശിവസേന, NCP തുടങ്ങിയ രണ്ട് പ്രാദേശിക കക്ഷികളെ, അതായത് ഈ നമ്മൾ നേരത്തെ ഞാൻ പല സമയത്ത് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ മഹാരാഷ്ട്രക്കാർ വളരെ സെൻസിറ്റീവ് ആണ് അവരുടെ ഒരു ട്രഡീഷനകത്ത്. അവരുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ സംഭവമാണ്. അത് അവരുടെ മറാത്ത പ്രൈഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഈ വീർ സവർക്കറെ പറയുമ്പോൾ അവർ എതിർക്കുന്നത് മഹാരാഷ്ട്രക്കാരനായതുകൊണ്ടാണ്. ശിവജി അവരുടെ ഇപ്പോഴത്തെ ഈ എല്ലാ കാലത്തെ അഭിമാന സ്തംഭമായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു മറാത്ത പ്രൈഡിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് അവരെ ശരിക്കും പറഞ്ഞാൽ ശിവസേനയും അല്ലെങ്കിൽ NCP ഒക്കെ കാണുന്നത്. ശരത് പവാറിനെ പറ്റിയൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരൊക്കെ വെച്ച് പുലർത്തിയാലും ഒരു ശരാശരി മഹാരാഷ്ട്രീയനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികായനായ മനുഷ്യന്മാരിൽ ഒരാളാണ് ശരത് പവാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയെ പിളർത്തുന്ന ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് BJP മുന്നോട്ട് വെച്ചു. ശിവസേന, ബാലാസാഹിബ് താക്കറെയുടെ മുഴുവൻ ലെഗസിയും പേർന്ന ശിവസേനയെ തകർത്ത് കളയുന്ന ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് BJP മുന്നോട്ട് വെച്ചു. അപ്പൊ ഇതിനകത്തൊക്കെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ തവണ 48 സീറ്റിൽ 41 എണ്ണം അന്നത്തെ NDA സഖ്യം നേടിയെങ്കിൽ ഇത്തവണ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ വലിയൊരു വ്യത്യാസം അതിനകത്ത് ഉണ്ടാകുമെന്നാണ്. അതായത് 50% സീറ്റുകൾ പ്രതിപക്ഷത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കർണാടകയിലെ കേസ് നമുക്കറിയാം. കർണാടകയിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. മുൻകാലങ്ങളിൽ നമ്മൾ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സംഭവം, ഒരു മോദി ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു വലിയ പ്രഭാവം ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷന്റെ ഒരു ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മോദി പ്രഭാവം വളരെ കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ നമ്മൾ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, ഉൾനാടുകളിൽ സഞ്ചരിക്കുമ്പോൾ ആ ഒരു മോദി പ്രഭാവം ഈ പറയുന്നത് പോലെ കേൾക്കാനില്ല. ആൾക്കാർ ഇപ്പോൾ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്, തൊഴിലില്ലായ്മയെ പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ BJP പ്രതിനിധി പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ലാതെ അങ്ങേയറ്റം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവ എത്ര ശതമാനം വോട്ടായി മാറും എന്നുള്ളത് വേറെ കാര്യം. കാരണം കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിന് ശേഷം സപ്പോളജിസ്റ്റായ യോഗേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെയാണ് ഈ ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാറ്റേണിലേക്ക് ജാതിയും മതവും ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ഇമ്പാക്റ്റുകൾ ഒന്നും ഇതിനെ മറികടന്നില്ലെങ്കിൽ നമുക്ക് 2019 നമ്മൾ കണ്ട, അല്ലെങ്കിൽ 2014 നമ്മൾ കണ്ട ഒരു മോദി വേവ് ഇത്തവണ അത്ര ഗംഭീരമായിട്ടില്ല നമുക്ക് പറയാൻ പറ്റും. കാരണം തുടക്കത്തിൽ വളരെ അഭിപ്രായ സർവേകൾ 400, 450 തുടങ്ങിയ ഒരു വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഹൈപ്പ് BJP തന്നെയാണ് അത് ഇല്ലാതാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മൊമെന്റിലാണ് ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യർ BJP സത്യത്തിൽ ഭീതിയിലാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുവരെ അവരെ കയ്യും വീശി വിജയിക്കുമെന്ന മാനസികാവസ്ഥയിലായിരുന്നു ജനതയും. എന്നാൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് BJP ചെയ്തോടുകൂടിയിട്ട് BJPക്ക് ആത്യന്തികമായിട്ട് പരിഭ്രാന്തി ഉണ്ട് എന്ന് ജനം മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ BJP നേതൃത്വത്തിന്റെയും മൊത്തത്തിലുള്ള ഒരു തന്ത്രങ്ങളിലെ വ്യതിയാനം അത് വളരെ വളരെ എവിഡന്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച ഒരു വലിയ എന്താ പറയുന്ന ഒരു ഇമേജ് ഉണ്ട്, വിശ്വഗുരു എന്ന് പറയുന്ന ഒരു ഇമേജ്. ആ ഇമേജിനെയൊക്കെ തകർത്തെറിയുന്ന രീതിയിൽ അദ്ദേഹം തന്നെ പച്ചയായിട്ട്, അതായത് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം പരസ്യമായ യോഗങ്ങൾ ഇത്ര പച്ചയായിട്ട് വർഗീയത ശ്രീ മോദി പറയുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വർഗീയത പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ രണ്ട് മതവിഭാഗങ്ങളെ കൃത്യമായി വിഭജിക്കത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഭീതിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രഡോമിനന്റ് ആയ വസ്തുത എന്ന് കാഴ്ചക്കാർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ ഓരോ ഘട്ടം കഴിയുന്തോറും അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ പോലെ പ്രവചനത്തിനൊന്നുമില്ല, യാതൊരു പ്രവചനത്തിനുമില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാറ്റേൺ, മൊത്തത്തിന്റെ ആത്മവിശ്വാസക്കുറവ് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്ന രീതിയിലാണ് BJPയുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ. അവര് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യതിയാനം വന്നിട്ടുണ്ട്. ഈ വ്യതിയാനം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ആത്മവിശ്വാസക്കുറവിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ രണ്ടാമത്തെ കേസ് നേരത്തെ പറഞ്ഞതുപോലെ അരുൺ കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു പുതിയ പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും. കാരണം അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്ന് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, അല്ലെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുറെ കാലം ജയിലിൽ കിടന്ന ശേഷം എങ്ങനെയാണ് ഒരു ഇലക്ഷനെ അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെ നേരിടണം എന്ന് വളരെ കൃത്യമായിട്ട് തയ്യാറെടുത്ത് വന്നതുപോലെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സംഭവങ്ങൾക്ക് BJPക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ രസകരമായ ഒരു പോയിന്റ്,
അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പോയിന്റാണ് 75 വയസ്സ് കഴിഞ്ഞാൽ ശ്രീമാൻ മോദി അല്ലെ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന അവസാനിപ്പിക്കണം എന്ന് മോദി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം 2014 ഇത് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഒരുപാട് നേതാക്കളെ അവർ റിട്ടയർ ചെയ്യിച്ചത്. ഇനിയിപ്പോ ഇത് മുന്നോട്ട് വെക്കുന്ന വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോദിയുടെ വാക്കാണ് 75 എന്ന് പറയുന്നത്. അദ്ദേഹം അത് പാലിക്കുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം അത് പാലിച്ചാൽ ഈ മോദിയുടെ ഗ്യാരണ്ടി ആരാണ് നടപ്പിലാക്കുക? ഇനി അദ്ദേഹം അത് മോദിയുടെ വാക്കായിരുന്നു 75 കഴിഞ്ഞവർ വിരമിക്കണം എന്നുള്ളത്. അങ്ങനെയാണല്ലോ അദ്വാനി അടക്കമുള്ളവർ വിരമിച്ചതും അവരെ മാറ്റി നിർത്തിയതും. അപ്പോൾ മോദിയുടെ കാര്യത്തിൽ അത് നടക്കുന്നില്ല എങ്കിൽ ആ വാക്ക് തെറ്റിക്കുകയാകുമല്ലോ. അപ്പോൾ ഈ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. നരേന്ദ്രമോദിക്ക് 75 വയസ്സാവുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2025 സെപ്റ്റംബറിലാണ്. ഒരു വർഷം കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് കേജ്രിവാളും പറഞ്ഞത്. അതെ, അടുത്ത വർഷം അത് അല്ല, അതെ, എനിക്ക് അതിനുള്ള അധികാരമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ. എനിക്ക് അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ. നമുക്ക് 2025 സെപ്റ്റംബറിൽ സംസാരിക്കാം. അതുവരെ കാത്തിരിക്കും. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അന്ന് അദ്ദേഹം അതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ ശ്രീ പത്മനാഭൻ? 5 വർഷത്തേക്കാണല്ലോ മോദിയുടെ ഗ്യാരണ്ടി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ആള് മാറുകയാണെങ്കിൽ അതെങ്ങനെയാണ് മോദി ഗ്യാരണ്ടി ആവുക എന്ന ചോദ്യം ഉയരുമ്പോൾ BJP പ്രതിനിധി മറുപടി പറയണ്ടേ? അതൊരു രാഷ്ട്രീയ ചോദ്യമല്ല. പറയാൻ ഒന്നുമില്ലാത്തവന്റെ നൊണ്ടി ന്യായങ്ങളാണ്. അതൊന്നൊരു രാഷ്ട്രീയമല്ല. എന്നിട്ട് എന്താ ഒരു മണിക്കൂറിൽ അമിത്ഷാ മറുപടി പറഞ്ഞത്? ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. അമിത്ഷായോട് പത്രക്കാർ ചോദിച്ചു. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, എനിക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അമിത്ഷായ്ക്ക് അധികാരമുണ്ട് അതൊക്കെ പറയാൻ. എനിക്ക് അധികാരമില്ല. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ഓരോരുത്തരും ഏൽപ്പിച്ച പണി എടുത്താൽ പോരെ. എന്നെ ഏൽപ്പിക്കാത്ത പണി ഞാൻ എടുക്കണ്ടല്ലോ. അമിത്ഷായോട് പത്രക്കാർ ചോദിച്ചു. അദ്ദേഹം പാർട്ടിയുടെ സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് അതിൽ കമന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കമന്റിനോട് താങ്കൾക്ക് പ്രതികരിക്കാമല്ലോ. അമിത്ഷായുടെ പ്രതികരണം എന്നത് അടുത്ത 5 വർഷവും മോദി ആയിരിക്കുമെന്നാണ്. അപ്പോഴെങ്ങനെയാണത് മോദിക്ക് മാത്രം 75 ബാധകമല്ലാതാവുക? അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മോദിയുടെ വാക്ക് വിശ്വസിക്കുക? 75 കഴിഞ്ഞവർ അടുത്തും പറ്റണമെന്ന് മോദി തന്നെ പറയുന്നു. അതിനനുസരിച്ച് ബാക്കി എല്ലാ നേതാക്കളും അങ്ങനെ പോകുന്നു. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഞാൻ വ്യത്യസ്തനാണ് എന്നാണോ? അത് അമിത്ഷായോട് ചോദിക്കണം, എന്നോട് ചോദിക്കരുത്. അത് അമിത്ഷായോട് ചോദിക്കണം. അത്രയേ ഉള്ളൂ. അത് അമിത്ഷായോട് ചോദിക്കണം. അപ്പോൾ സംസ്ഥാന ഘടകത്തിന്റെ കാര്യങ്ങൾക്കുള്ള മറുപടികൾ മാത്രമേ ഉള്ളൂ താങ്കൾക്ക്? അങ്ങനെയെങ്കിൽ ചർച്ച ബുദ്ധിമുട്ടാവുമല്ലോ. അത്രയേ ഉള്ളൂ. അല്ല, നമുക്ക് ദേശീയ രാഷ്ട്രീയം സംസാരിക്കാം. എന്തിനാ ഒരാളുടെ വയസ്സും പ്രായമൊക്കെ നോക്കുന്നത്? നമുക്ക് ദേശീയ രാഷ്ട്രീയം സംസാരിക്കാം. അതിനല്ല ഞാൻ ഇരിക്കുന്നത്. വയസ്സും പ്രായമൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ തന്നെയാണ് അതിന് ഒരു കൃത്യമായ മാനദണ്ഡം തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ആ ചോദ്യം ഉയരുന്നത്. നിങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡത്തെക്കുറിച്ചാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കരുതെന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് മറുപടിയില്ല എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. ശരി, താങ്കൾക്ക് പറയാൻ പറ്റുന്ന ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൽ താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ശരി, കർണാടകയിലേക്ക് വരാം. ശരി, നിങ്ങൾ ഈ പറയുന്ന 400 പാർ കടക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും തെക്ക് പിടിക്കണമല്ലോ. കർണാടകയിൽ നിങ്ങൾ കഴിഞ്ഞ തവണ 25-ൽ 24 നേടിയതാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾക്കറിയാം. JDSനെ കൂടെ കൂട്ടിയിരിക്കുന്നു. അപ്പോഴതാ പ്രജ്വൽ രേവണിയും ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ. മോദിയുടെ മുഖം തന്നെയായിരുന്നു പ്രചാരണത്തിന്. പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വരെ വോട്ട് പിടിക്കാൻ അദ്ദേഹം വന്നതാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ പറയേണ്ടിയും വന്നിരിക്കുന്നു. എങ്ങനെയാണ് കർണാടകയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 24 കഴിഞ്ഞ തവണ വാങ്ങിയെടുത്ത് ഇത്തവണ എത്ര കിട്ടുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? 2019 കർണാടകത്തിലെ അഭിപ്രായ വോട്ടെടുപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണേൽ ഇട്ടുതരാം. ദേശീയ മാധ്യമങ്ങളും മറ്റും നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ. അന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, കോൺഗ്രസും JDSും കൂടി സഖ്യമാണ്. അന്ന് അവരുടെ ജോയിൻ്റ് സർക്കാർ ഭരിക്കുകയാണ്. അവിടെ കുമാരസ്വാമി മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് മന്ത്രിമാരുണ്ട്. അന്ന് സഖ്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞത് ഏതാണ്ട് 16 സീറ്റ് JDS കോൺഗ്രസ് സഖ്യത്തിന് കിട്ടുമെന്നാണ്. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ 1 സീറ്റ് JDSനും കിട്ടി, 1 സീറ്റ് കോൺഗ്രസിനും കിട്ടി. കർണാടക രാഷ്ട്രീയം 2 രീതിയിലാണ്. സംസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്യുന്ന പാറ്റേണിലല്ല അവർ കേന്ദ്ര സർക്കാരിനെതിരെ, അതായത് ലോക്സഭയിൽ വോട്ട് ചെയ്യുക.
പാറ്റേൺ വ്യത്യാസമുണ്ട്. ഈവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും ഇന്നും കർണാടകത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ പലപ്പോഴും സാധിക്കാറില്ല. ലോക്സഭയിൽ 25 സീറ്റ് കിട്ടിയിട്ട് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോലും BJPക്ക് വേണ്ടത്ര മുന്നേറ്റം നടത്താൻ പറ്റിയിട്ടില്ല. അവിടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നും BJP മുന്നിലാണ്. കർണാടകത്തിൽ ഇത്തവണയും കഴിഞ്ഞ തവണയുടെ ഫലം ആവർത്തിക്കും. അന്നത്തെ അഭിപ്രായ വോട്ടെടുപ്പുകാർ ഇന്ന് പറഞ്ഞത് എത്ര അറിയോ? എല്ലാ ദേശീയ മാധ്യമങ്ങളും പറഞ്ഞത് 22-23 സീറ്റ് NDAക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് എല്ലാവരും, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, റിപ്പബ്ലിക്, പിന്നെ CNN, IBN, ആജ് തക്ക് എല്ലാവരും പറഞ്ഞത് 22-23 സീറ്റ് BJPക്ക് കിട്ടുമെന്നാണ്. കഴിഞ്ഞ തവണ അവരൊക്കെ 12 സീറ്റാണ് പറഞ്ഞത്. ഇത്തവണ അവർ 22-23 സീറ്റാണ് പറയുന്നത്. ഞങ്ങളുടെ കാൽക്കുലേഷൻ ഞങ്ങൾ 24-25 സീറ്റ് ഇത്തവണയും പിടിക്കുമെന്നുള്ളതാണ്. അല്ല, ഈ പ്രജ്വൽ രേവണ്ണ വിഷയം ഒട്ടും പ്രതിഫലിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? താങ്കൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ നിയമസഭയിൽ പാറ്റേൺ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ തന്നെയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്നുള്ളത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഗ്യാരണ്ടികൾ നടപ്പാക്കി അത് പറഞ്ഞു വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. 2000 രൂപ സ്ത്രീകൾക്ക് സൗജന്യമായി നൽകുന്ന ഓരോ മാസം 2000 രൂപ നൽകുന്ന അടക്കമുള്ള വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. ഇപ്പുറത്താകട്ടെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. നാരീശക്തി പറഞ്ഞു വന്ന BJP കൂട്ടുപിടിച്ച പാർട്ടിയിലെ സ്ഥാനാർത്ഥി തന്നെ നിങ്ങൾക്ക് നാണക്കേടായിരിക്കുന്നു. 1-2 കേസുകളല്ലല്ലോ. എത്ര സ്ത്രീകളെയാണ് അപമാനിച്ചത്? എത്ര സ്ത്രീകളെയാണ് തെരുവിലേക്ക് വലിച്ചഴിച്ചത്? അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് പറയുക എങ്ങനെയാണ് താങ്കൾ? ഞാൻ പറഞ്ഞില്ലേ, കർണാടകക്കാർക്കൊരു സ്വഭാവമുണ്ട്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ കണക്കെടുത്താൽ 53-54% വോട്ടാണ് JDSനും കോൺഗ്രസിനും കൂടി കഴിഞ്ഞ, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകാരം കിട്ടിയത്. ഞങ്ങൾക്ക് 36-37% വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് പ്രകാരം സ്ത്രീകൾ അപമാനിക്കപ്പെട്ടതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും പ്രാദേശിക വിഷയമാണോ ശ്രീ പത്മനാഭൻ? നിങ്ങൾ നാരീശക്തി ദേശീയ തലത്തിലല്ലേ പറയുന്നത്? അവിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടത്. അത് പ്രതിഫലിക്കില്ല എന്ന് എങ്ങനെ താങ്കൾ പറയും? അതൊരു പ്രാദേശിക വിഷയമായി ചുരുക്കി കാണുന്നത് എങ്ങനെയാണ്? ഞാനിത് പറയുന്നത് എനിക്ക് കർണാടകത്തെ പറ്റി നല്ല ധാരണയുള്ളത് കൊണ്ടാണ്. മാസങ്ങളോളം കർണാടകയിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഞാൻ. മാസങ്ങളോളം അവിടുത്തെ വെയിൽ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. എനിക്ക് കർണാടകത്തെ പറ്റി നന്നായിട്ട് അറിയാം. കർണാടകയിൽ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടും. പ്രജ്വൽ രേവണ്ണ സംഭവത്തിന് മുന്നേ ആണോ? നമ്മൾ തമ്മിൽ സീറ്റിൻ്റെ കാര്യത്തിൽ തർക്കിക്കണ്ട. 4-ാം തീയതി വൈകുന്നേരം ഞാൻ വരാം. പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ 2 ചാനലിൽ ഇരിക്കുന്ന 2 വക്താക്കളില്ലേ, അവരെയും വിളിച്ചോളൂ, ഞാനും വരാം. അത്ര അതിൽ പറയാനുള്ളൂ. വെറുതെ എന്തിനാ സീറ്റിൻ്റെ എണ്ണത്ത് തർക്കിക്കുന്നത്? നമുക്ക് കാണാം, ജൂൺ 4-ാം തീയതി കാണാം. അപ്പോൾ 25-24 കഴിഞ്ഞ തവണ നേടി, ഇത്തവണ എത്രയാണെന്നാണ് പറയുന്നത് അവകാശവാദം? 4-ാം തീയതി എന്തായാലും എല്ലാവരെയും കാണണം. 24-25 സീറ്റ് ഇത്തവണയും കിട്ടും. 24-25 സീറ്റ് ഇത്തവണയും കിട്ടും. ശരി ജിൻഡോ, പരസ്യമായി പറയും. ജിൻഡോ വൈകി വന്നതുകൊണ്ട് ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടി ജിൻഡോയിലേക്ക് ചോദിക്കുകയാണ്. ഇന്ന് നടന്ന 95-ൽ 49 കഴിഞ്ഞ തവണ NDA നേടിയതാണ്. നിങ്ങൾക്കത് 11 ആയിരുന്നു. ഇത്തവണ നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലെയും സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെ തുണയ്ക്കുമെന്നാണ് കരുതുന്നത്? കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ പ്രതിഫലിക്കില്ല എന്നാണ് ഇപ്പോൾ ശ്രീ പത്മനാഭൻ സമർത്ഥിക്കുന്നത്. സ്മൃതി, ഇതിൽ ഓരോ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ചില വിലയിരുത്തലുകളുണ്ട്. അതിൽ BJPക്കാർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം വിശ്വഗുരുവിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഈ രാജ്യത്ത് രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ കൊണ്ട് മാത്രമല്ല, ഈ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഭരിക്കുന്ന പാർട്ടി BJPയുടെ ദേശീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ അവരുടെ സ്ട്രാറ്റജി മാറ്റുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ ഘട്ടത്തിൽ അവരുടെ ഗ്യാരണ്ടി പറയുന്നു, അതിനുശേഷം 400 സീറ്റ് എന്ന് പറയുന്നു. ഇതൊന്നും നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ പതിവ് പരിപാടിയായിട്ടുള്ള വിദ്വേഷം, വിഷം അല്ലെങ്കിൽ വർഗീയതയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക. അതിനപ്പുറത്തൊന്നും ഇനി എടുത്ത് ഉപയോഗിക്കാനില്ല. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സീറ്റ് അവർ ഭരണത്തിലേക്ക് ഒരു 4-ാം തീയതി കാണാം എന്നൊക്കെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാവർക്കും പറയാൻ പറ്റുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക്, വക്താക്കൾക്ക് പറയാൻ പറ്റുന്ന 4-ാം തീയതി കാണാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിഷയം കർണാടകയിൽ മാത്രമല്ല,
മാത്രമല്ല ഈ രാജ്യത്തെമ്പാടും നാരി ശക്തി എന്നും സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിരന്തരം അതിനെക്കുറിച്ച് പറയുന്ന കാലഘട്ടത്തിൽ മണിപ്പൂരിലെ മൗനം നമ്മൾ കണ്ടു. മറ്റനേകം ഉന്നാവോയും ഹത്രാസും അല്ലെങ്കിൽ ഹത്തുവയും അടക്കമുള്ള സംഭവങ്ങളിലെ മൗനമൊക്കെ നമ്മൾ നിരവധി വട്ടം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രജ്വൽ രേവണ്ണ കേസിലും പ്രത്യേകമായിട്ട് ഒരു നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ കൃത്യമായിട്ട് BJPക്കെതിരെ ഈ പ്രജ്വൽ രേവണ്ണ വിഷയം നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം ഇതുപോലെയുള്ള നരാധമന്മാർക്ക് വേണ്ടിയിട്ട് എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്യുന്നതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസംഗിച്ച നരേന്ദ്രമോദിയെ, പ്രജ്വൽ രേവണ്ണയുടെ മുഖം കാണുമ്പോൾ ഓരോ വട്ടവും നരേന്ദ്രമോദിയുടെ മുഖം കാണുന്ന പോലെയാണെന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഈ കേസിന് ശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസെടുക്കാൻ വൈകിയത് അത് കോൺഗ്രസിന്റെ തന്ത്രമായിരുന്നു എന്നാണ്. സ്മൃതി, ഇതില് അവിടെ ഒരു പരാതിക്ക് ഇട വന്നപ്പോൾ, പരാതിക്കാരുണ്ടായപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസെടുക്കുന്നു, നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു സംസ്ഥാന സർക്കാർ. പക്ഷെ അതിനൊക്കെ മുമ്പ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ BJPയുടെ കേന്ദ്ര കമ്മിറ്റിക്കും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ സെക്സ് ടേപ്പുകൾ ഉണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാ അലവലാദികളെയും കൂട്ടിക്കൊണ്ട്, കാരണം തങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഒരു കാര്യത്തിന്റെയും പേരിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ശേഷിയില്ലാത്ത ഒരു പാർട്ടിയായി BJP അധപതിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അലവലാദികളെ കൂടി കൂട്ടിക്കൊണ്ട് ആ കത്തൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന BJPയിലെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ പോലും അഭിപ്രായത്തെ മാനിക്കാതെ പ്രജ്വൽ രേവണ്ണയ്ക്ക് അവരുടെ പാർട്ടിയുമായിട്ട് സഖ്യം ചേരുകയും അയാൾക്ക് സീറ്റ് കൊടുക്കുകയും ആ മണ്ഡലത്തിൽ വന്ന് അയാൾക്ക് വേണ്ടിയിട്ട് എന്റെ മുഖം കാണുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി തരം താണതിന്റെ ലക്ഷ്യമെന്താ? അത് കാരണം BJPക്ക് ജയിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്നേ. നോർത്ത് ഇന്ത്യയിൽ അവരുടെ ട്രെൻഡ് താഴേക്കാണ്, ആളുകൾ അവർക്കെതിരാണ്. ഇവിടെ എത്രയൊക്കെ ഏതൊക്കെ ക്ഷേത്രത്തിൽ ആരതി ഒഴിയുന്നതിന്റെ ലൈവ് സംപ്രേഷണം നടത്തിയാലും, എന്തൊക്കെ വിദ്വേഷം വിളമ്പിയാലും, നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇത്തരം വർഗീയത വിളമ്പിയാലും, മനുഷ്യന് കഴിക്കാൻ നേരത്ത് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണം, അവന് വലിയ വിലക്കയറ്റം താങ്ങാൻ പറ്റുന്നില്ല, പെട്രോളിയം നികുതിക്കൊള്ള, മറ്റെല്ലാ രീതിയിലും മനുഷ്യരെ പോക്കറ്റടിക്കുന്ന കൊള്ളക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ആളുകൾ റിയാലിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നും സാധിക്കില്ല. അവിടെയാണ് സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കുന്നത് BJP. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, BJPയുടെ നേതാക്കന്മാർക്കാണ് ഇത് ആദ്യം അറിയാൻ കഴിഞ്ഞത്. BJPയുടെ നേതാക്കന്മാരുടെ കയ്യിലാണ് പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ ടേപ്പുകൾ ആദ്യം കിട്ടുന്നത്. BJPയുടെ നേതാക്കന്മാരുടെ കയ്യിലാണ്, അഖിലേന്ത്യാ നേതാക്കന്മാരുടെ കയ്യിലാണ് ഇതുമായി ബന്ധപ്പെട്ട കത്തും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കർണാടകയിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടല്ലേ, ഈ രാജ്യത്തെ പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടല്ലേ പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കന്മാർ സ്വീകരിച്ചത്? ഇദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി തികച്ചും കള്ളമാണ്. ഇദ്ദേഹം പണ്ട് നോട്ട് നിരോധനത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ, എനിക്ക് 50 ദിവസം തന്നാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന്. ഒന്നും പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, 150 മനുഷ്യർ അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് പൊരി വെയിലത്ത് മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരാൾക്കും ഒരു പരിഹാരവും ഉണ്ടായില്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കള്ളവും കപടനാട്യക്കാരന്റെ ശൈലിയുമാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. പിന്നെ കർണാടകയും തെലങ്കാനയും ഒക്കെ കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് അരങ്ങൊരുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. BJP അതിൽ വിളറിക്കൊണ്ടിരിക്കുക. മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയും ഗുജറാത്തും മഹാരാഷ്ട്രയും ബീഹാറും ഉത്തർപ്രദേശും അടക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട 14 സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ വരുന്ന 5 വർഷത്തെ മാൻഡേറ്റ് തീരുമാനിക്കാൻ പോവുക. ആ 14 സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ പ്രായം പറഞ്ഞ് ഒരുപാട് പേരെ മാറ്റി നിർത്തിയ നരേന്ദ്രമോദി ഇന്ന് ആ വിഷയം പറയില്ല. അദ്ദേഹത്തിന് ഗ്യാരണ്ടിയെ കുറിച്ച് ഇനി പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പ്രജ്വൽ രേവണ്ണയുടെ ടേപ്പ് പുറത്തു വന്നതിന് ശേഷം നാരി ശക്തിയെ കുറിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയാൻ പറ്റില്ല. ബേട്ടി ബച്ചാവോയെ കുറിച്ച് പറയാൻ പറ്റില്ല. തന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഒന്നും തന്നെ എടുത്തു പറയാൻ പറ്റില്ല. കാരണം മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അനുഭവവേദ്യമായിട്ടുള്ള ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇന്ന് 10 വർഷത്തിന് ശേഷം വീണ്ടും വോട്ട് ചോദിക്കാൻ വരുന്നത്. അതുകൊണ്ട് ശ്രീ പത്മനാഭൻ പറയുന്നത് പോലെയല്ല, ജൂൺ 4-ന് ശേഷം കാണാമെന്ന് ആളുകളൊക്കെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. ജൂൺ 4-ന് ശേഷം കാണാൻ പോകുന്നത് ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ജിൻഡോ, ഇപ്പോൾ ഈ തെലങ്കാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടം അത് ആന്ധ്രയിലേക്ക് കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ തെലങ്കാനയിൽ ഈ RR ഗ്യാരണ്ടി, രേവന്ത് റെഡ്ഡി ഗ്യാരണ്ടി എന്നുള്ളത് കബളിപ്പിക്കൽ ഗ്യാരണ്ടി എന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. കാരണം പ്രഖ്യാപിച്ച ഈ ഗ്യാരണ്ടികളൊന്നും നടപ്പാക്കിയില്ല എന്ന്, സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്ത മഹാലക്ഷ്മി പദ്ധതി അത് നടപ്പാക്കുന്നതിൽ വെള്ളം ചേർത്തു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് തിരിച്ച് BJP ഉന്നയിക്കുന്നത്. അപ്പോൾ
തെലങ്കാനയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ആന്ധ്രയിൽ പ്രതിഫലിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷ ഇതൊക്കെ എത്രത്തോളമാണ് ശരിയാകാൻ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്? അല്ല, ഞങ്ങൾ ആ സംസ്ഥാനത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ട് അത് ഇനി നടപ്പാക്കാൻ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറാണ്, അത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഇപ്പോഴത്തെ അമിത്ഷായാണ്. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാരെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നടപ്പാക്കിയ ചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറയുകയും പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കർണാടകയായാലും തെലങ്കാനയായാലും ഈ രണ്ട് സംസ്ഥാനത്ത് ഞങ്ങളുടെ പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾ സംസ്ഥാന സർക്കാർ, കോൺഗ്രസ് നയിക്കുന്ന സംസ്ഥാന സർക്കാർ അവിടെ നടപ്പാക്കുന്ന ജനകീയമായിട്ടുള്ള ഇത്തരം പദ്ധതികൾ തന്നെയാണ്. അതിൽ പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. BJPയുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് BJP കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഏത് ഗ്യാരണ്ടിയാണ് നടപ്പാക്കിയത്? പെട്രോൾ 50 രൂപയ്ക്ക് കൊടുത്തോ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചോ? ഗ്യാസിന്റെ വില കുറച്ചോ? ഗ്യാസിന് എത്ര ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്? ജീവൻ രക്ഷാ മരുന്നുകളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചോ? ഏതെങ്കിലും രീതിയിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന എന്ത് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ അവർ വോട്ട് ചോദിക്കുന്നത്? കോൺഗ്രസ് മറിച്ച് വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികൾ, ഞങ്ങൾ ഇനിയും പൂർത്തീകരിക്കാൻ പോകുന്ന പദ്ധതികൾ, ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന അനുഭവവേദ്യമാകുന്ന നിത്യജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ എന്നും ഓർത്തിരിക്കുന്ന പദ്ധതികളുടെ പേരിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇത് രണ്ടും വ്യത്യാസമുണ്ടെന്നേ. ജനങ്ങളാണ് ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. BJPയെ പോലെ ഏതെങ്കിലും അംബാനി അദാനിയെ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന തിട്ടൂരം വാങ്ങിക്കൊണ്ട് കൂറുമാറുന്ന MLA-മാരല്ല ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെ അതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. നവീൻജി നാദമണി, ഇപ്പോൾ ആപ്പിനെ സംബന്ധിച്ച് കേജ്രിവാൾ നടത്തുന്ന പ്രചാരണം ഒറ്റയ്ക്കുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലുള്ള ഒരു ഒരുമിച്ചുള്ള പ്രചാരണത്തിലേക്ക് കടന്നിട്ടില്ല. ഇന്നലെ നിങ്ങളുടെ 10 ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടി ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. പക്ഷേ അത് ആപ്പിന്റെ മാത്രം ഗ്യാരണ്ടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. കാരണം മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കൾ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഒരുമിച്ചുള്ള പ്രചാരണം എപ്പോഴാണ്? ഈ 5ാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിൽ രാഹുലും കേജ്രിവാളും കൈകോർത്തുകൊണ്ടുള്ള ഒരു പ്രചാരണം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അടുത്ത ഒരുമിച്ചുള്ള പ്രചാരണത്തെ പറ്റിയും കേജ്രിവാൾ ഇന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഏത് നേതാക്കന്മാരെ വിളിച്ചാലും ഏത് മണ്ഡലത്തിലേക്കും പ്രചാരണത്തിന് ഞാൻ പോകുമെന്നും എന്റെ മുൻപിലുള്ള 20 ദിവസമാണ്, 20 ദിവസത്തെ 24 മണിക്കൂറുകൾ 36 മണിക്കൂറുകളാക്കി ഈ മോദിയുടെ ഏകാധിപത്യത്തിനെതിരായുള്ള പോരാട്ടമായിരിക്കും നടത്താൻ പോകുന്നതെന്നും കേജ്രിവാൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി മുംബൈയിൽ നടക്കാൻ പോകുന്ന ഒരു മഹാറാലിയെ പറ്റിയും ഇന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. നാളെ ഇപ്പോൾ കുരുക്ഷേത്രയിലാണ് കേജ്രിവാൾ, ഹരിയാനയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഓരോ ദിവസവും നടത്തുന്ന പ്രചാരണങ്ങളെ പറ്റി കൃത്യമായി ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നടക്കുന്ന പ്രചാരണങ്ങളെ പറ്റി പറഞ്ഞു. ജാർഖണ്ഡിലെ റാഞ്ചിയിലെ പ്രചാരണം അടുത്ത ദിവസം നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റത്തിന്റെ ഒരു മുന്നണി പോരാളിയായിട്ട് തന്നെയാണ് അരവിന്ദ് കേജ്രിവാൾ മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടി എന്ന ഒരു പാർട്ടിയുടെ മാത്രമായിട്ടുള്ള രൂപമല്ല. അത് തന്നെയാണ് പ്രകടന പത്രികയിലും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യഘട്ടങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓരോന്നും അക്കമിട്ട് കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. കേജ്രിവാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കേജ്രിവാൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കേജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്യാരണ്ടി എന്താണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ വൈദ്യുതി കൊടുക്കുമെന്നും സാധാരണക്കാരായ മനുഷ്യർക്ക് വൈദ്യുതി സൗജന്യമാക്കി കൊടുക്കുമെന്നും മോഡി മുൻപോട്ട് വെച്ച 1 ഇന്ത്യ 1 ലീഡർ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നതിന് അല്ല ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് 1 ഇന്ത്യ 1 എഡ്യൂക്കേഷൻ, 1 ഇന്ത്യ 1 ഹെൽത്ത് കെയർ എന്ന രീതിക്ക് ഇവിടുത്തെ സാധാരണക്കാരന് സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരേപോലെയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞതല്ല. കേജ്രിവാൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഗ്യാരണ്ടി ഒന്നൊന്നായിട്ട് ചെയ്ത് കാണിച്ച ഗ്യാരണ്ടിയാണ്. മോഡിയുടെ ജുംലയല്ല കേജ്രിവാളിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മോഡിയുടെ ജുംല നമ്മൾ കേട്ടതാണല്ലോ. 15 ലക്ഷം സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കള്ളപ്പണം മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം വീതം ഇന്ത്യയിലെ സാധാരണക്കാരുടെ കൈകളിലോട്ട് എത്തുന്ന രീതിക്കുള്ള പണം തിരിച്ചു കൊണ്ടുവരുന്നു. സ്വിസ് ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞവര് സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലെ പണം പുറത്തു കൊണ്ടുവരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അത്തരം ജുംലകൾ പറഞ്ഞവർ മുമ്പോട്ട് പോകുകയാണ്. ഇപ്പൊ അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യൻ സൈന്യത്തിൽ സേവനത്തിന് പോകുന്നവരെ മുഴുവൻ പുച്ഛിക്കുന്ന രീതിയിലോട്ടല്ലേ ചെയ്തിരിക്കുന്നത്. 4 വർഷത്തേക്ക് അഗ്നിവീർ നടത്തുന്നു. ഇവരുടെ ഈ പണമില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ സൈന്യത്തിലോട്ട് പോലും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പണമില്ലെന്നാണ് പറയുന്നത്. ഈ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ കണ്ടത്.
കണ്ടതാണ്. 15 ലക്ഷം കോടി രൂപയോളം ഇവിടുത്തെ ധനാഢ്യന്മാരുടെ പണം എഴുതിത്തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് ഓരോരുത്തരും പണവുമായിട്ട് പറന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. മൊഹൽ ചോസ്കിയും നീരവും മോദിയും കൂടി 20,000 കോടി രൂപയുമായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. 10,000 കോടി രൂപയുമായിട്ട് വിജയ് മല്യ പോകുന്നത് കണ്ടതല്ലേ. 6,000 ലക്ഷം കോടി രൂപയുമായിട്ട് 6,000 കോടി രൂപയുമായിട്ട് നിതിൻ സന്ദേശർ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. 3,000 കോടി രൂപയുമായിട്ട് ലളിത് മോദി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഇവിടുത്തെ ശതകോടീശ്വരന്മാർ ഇന്ത്യയിലെ പണം മുഴുവൻ കട്ടുമുടിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഇവർ കർഷകരോടുള്ള നിലപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകളോട്, വനിതകളോട്, കുട്ടികളോടുള്ള ഇവരുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നേരത്തെ സൂചിപ്പിച്ച പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിലാണെങ്കിലും ബ്രിജ് ഭൂഷന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടതല്ലേ. അതുപോലെ തന്നെയല്ലേ കർഷകനെ, ലഖിംപൂരിലെ കർഷകരെ വണ്ടിയിടിച്ച് കൊന്ന ആശിഷ് മിശ്രയുടെ പിതാവ് അജയ് മിശ്രയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ട് എന്ന് അമിത്ഷാ പറഞ്ഞത് എന്തുവാണ്? നിങ്ങൾ അജയ് മിശ്ര ജയിപ്പിച്ചു തരൂ, ഞാൻ ഈ വ്യക്തിയെ വലിയ ആളാക്കാന്ന് പറഞ്ഞത്. ആരാണ് ഈ അജയ് മിശ്ര എന്നുള്ളത്? അത് 6 കർഷകരെ വാഹനമിടിച്ച് ലഖിംപൂരിൽ കൊന്ന ആശിഷ് മിശ്രയുടെ പിതാവായ അജയ് മിശ്രയെ സംരക്ഷിക്കാമെന്നും വലിയവനാക്കാമെന്നും അമിത്ഷാ പറഞ്ഞ ഇവർ സാധാരണക്കാരായ കർഷകരോടുള്ള ഇവരുടെ നിലപാട് എന്താണ്? ഇവർ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. ഇവർ ധനാഢ്യന്മാർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന നിലപാടെടുക്കുക. പിന്നെ മോഡിയുടെ ഗ്യാരണ്ടിയെ പറ്റി നേരത്തെ സൂചിപ്പിച്ചു. സ്വന്തം കാര്യത്തിൽ പറഞ്ഞ ഗ്യാരണ്ടി പോലും നടപ്പിലാക്കാൻ മോഡി തയ്യാറാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതല്ലേ. 75 വയസ്സിന്റെ പ്രായം പറഞ്ഞാണ് ആനന്ദീബെൻ പട്ടേലിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റി നിർത്തിയതെന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ആ വസ്തുത അനുസരിച്ചാണെങ്കിൽ മോഡി ഒരു കാരണവശാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ. പക്ഷെ അക്കാര്യത്തിൽ മോഡിക്ക് ഗ്യാരണ്ടി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം കാര്യത്തിൽ ഗ്യാരണ്ടി കീപ്പ് ചെയ്യാൻ പറ്റാത്ത മോഡിയാണ് മോഡി കൊടുത്ത വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ കീപ്പ് ചെയ്യാൻ പോകുന്നത്. ജനങ്ങളെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നോട്ട് നിരോധനത്തിന്റെ കാര്യം അറിയാലോ. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് ഇന്ത്യയിലെ കള്ളപ്പണം ഇല്ലാതാകും, തീവ്രവാദം ഇല്ലാതാകും എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് ഇല്ലാതായ മനുഷ്യരല്ലേ, 100 കണക്കിന് മനുഷ്യരല്ലേ ഇല്ലാതായത്. ആ സമയത്ത് ഇവർ പറഞ്ഞത്. ശരി, ശ്രീ പത്മനാഭൻ, ഇപ്പോൾ ന്യൂനപക്ഷത്തിനെതിരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ തന്ത്രം. അത് മൂന്നാം ഘട്ടമായപ്പോഴേ അതിൻ്റെ രീതി മാറുകയായിരുന്നു. ഗ്യാരണ്ടിയിൽ നിന്ന് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിലേക്ക് കടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത്ഷാ പറയുന്നത് സോണിയാഗാന്ധി തൻ്റെ MP ഫണ്ടിൽ നിന്ന് 70% ന്യൂനപക്ഷത്തിന് നൽകിയെന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇന്ന് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഹൈദരാബാദിൽ നിങ്ങളുടെ വിവാദ നായിക മാധവി ലത അവർ കഴിഞ്ഞ ദിവസവും മുൻപ് പ്രചാരണത്തിനിടയിലും വിവാദമുണ്ടാക്കിയിരുന്നു. മുസ്ലിം പള്ളിക്ക് നേരെ അമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് അതിൽ പിന്നീട് മാപ്പ് പറയേണ്ട ഘട്ടത്തിലേക്ക് വരികയും ചെയ്തു. ഇന്ന് അവർ പർദ്ദ പൊക്കിക്കൊണ്ടാണ്, സ്ത്രീകളുടെ വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീകളുടെ പർദ്ദ പൊക്കി മാറ്റിക്കൊണ്ടാണ് വിവാദത്തിൽ ഇടപെടിച്ചതും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണോ വോട്ട് പിടിക്കുന്നത്? എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ടർമാരോട് ഈ രൂപത്തിൽ പെരുമാറുക? അല്ല, അമിത്ഷാജി പറഞ്ഞതിൽ എന്തെങ്കിലും ചട്ടവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടിയിരുന്നില്ലേ? റായ്ബറേലിയിൽ അമിത്ഷാ പ്രസംഗിച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞു. ആരോടാണ് പരാതി പറയേണ്ടത്? എന്തൊരു കഷ്ടം! ആരോടാ പരാതി പറയേണ്ടത്? താങ്കൾ പറയൂ. ആരോടാ പരാതി പറയേണ്ടത്? ഈ രാജ്യത്ത് എന്നാ പിന്നെ അത് ഞാൻ പറയാ എന്നാ പിന്നെ അയാൾ പറയട്ടെ. എന്നാ പിന്നെ അയാൾ പറയട്ടെ. ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? എന്തൊരു കഷ്ടമാണിത്. ഒരു മര്യാദ പാലിക്ക് ചർച്ചയിൽ. ഇവിടെ വന്ന് ഒച്ചയിട്ടിട്ടൊന്നും ഡൽഹിയിൽ ജയിക്കൂല. ശരി, ശ്രീ പത്മനാഭൻ, ആരോടാണ് പരാതി പറയേണ്ടത് എന്ന ചോദ്യം ചോദിക്കാൻ കാരണം ഇല്ല പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരാതികൾ മോദിക്കെതിരെ അടക്കം എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും അതിൽ എന്ത് നടപടിയെടുത്തു എന്നും നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ചോദ്യം. അതായത് കഴമ്പില്ലാത്ത പരാതി കൊടുത്താൽ നടപടി ഉണ്ടാവില്ല. കഴമ്പില്ലാത്ത പരാതി കൊടുത്താൽ ഞങ്ങൾ എത്ര പരാതി കൊടുത്തു, അതിലൊക്കെ ഇപ്പോൾ നടപടി ഉണ്ടായോ? ഇവിടെ പരാതി പോലും കൊടുത്തിട്ടില്ലാന്ന് അമിത്ഷാ എന്തോ പറഞ്ഞു എന്ന് പറയുന്നു. പരാതി കൊടുത്തിട്ടില്ലാന്ന് ഈ നിമിഷം വരെ. പിന്നെ എന്തിനാ അമിത്ഷാനെ കുറ്റം പറയുന്നത്? കോൺഗ്രസ്സുകാർ റായ്ബറയിലെ കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇനി ഞങ്ങൾ പോയി കൊടുക്കണോ പരാതി അവർക്ക് വേണ്ടിയിട്ട്? നരേന്ദ്രമോദി ബംഗാളിൽ പ്രസംഗിച്ചു, നരേന്ദ്രമോദി ജാർഖണ്ഡ് പ്രസംഗിച്ചു, ഒറീസയിൽ പ്രസംഗിച്ചു, ബീഹാറിൽ പ്രസംഗിച്ചു, അപ്പോൾ ഉത്തർപ്രദേശിലെത്തി. അവിടെയൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ ചട്ടവിരുദ്ധമായ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുക്കുന്നു. ഞാൻ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരിക കോഴിക്കോട് ജില്ലാ കളക്ടർ മുമ്പാകെ. അപ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. വോട്ടെണ്ണലിന് അന്ന് എന്തൊക്കെ ചെയ്യണമെന്ന്.
ഇലക്ഷൻ കമ്മീഷൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് ഞങ്ങൾ ജയിക്കുമ്പം തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് അല്ലെങ്കിൽ തട്ടിപ്പ്. നിങ്ങൾ ജയിക്കുമ്പോഴോ തെലങ്കാനയിൽ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? കർണാടകയിൽ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? ഹിമാചൽ പ്രദേശിൽ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? അപ്പോൾ ഞങ്ങൾ ജയിക്കുമ്പോൾ മാത്രം വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീൻ വിഷയത്തിൽ മാത്രമല്ല പരാതി. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് മാത്രമല്ല പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും പ്രതിപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് വരുന്ന പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണത്തിറങ്ങുമ്പോൾ അവരുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നു. നേരത്തെ രാഹുലിന്റെ ഇതിനു മുമ്പ് പരിശോധിച്ചിരുന്നു, ഇപ്പോൾ ഖാർഗെയുടേതും. ഭരണപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിന്റെ യാത്രക്കിടയിൽ ഹെലികോപ്റ്റർ പരിശോധിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. എനിക്ക് നേതാക്കന്മാരെ കാര്യം അറിയില്ല. എൻ്റെ കാറ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ യാത്ര ചെയ്ത കാറ് 5 പ്രാവശ്യം പരിശോധിച്ചു. 5 പ്രാവശ്യം. താങ്കൾ കേരളത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമാണെന്ന്. എവിടെ ആയാലും കേരളം എല്ലാ സ്ഥലത്തും ഒരേ നിയമം, ഒരേ മുസൂറിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന IAS-കാരല്ലേ ഇന്ത്യ മുഴുവൻ, IPS-കാരല്ലേ ഇന്ത്യ മുഴുവൻ, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് ഓഫ് ഇന്ത്യ മുഴുവൻ ഒന്നല്ലേ? വടക്കേ ഇന്ത്യക്കാരനായ കലക്ടറല്ലേ കോഴിക്കോട്ട് ഇരിക്കുന്നത്? മലയാളിയായ IAS-കാരല്ലേ ഉത്തർപ്രദേശിലും ബീഹാറിലും ഇരിക്കുന്നത്? തമിഴന്മാരൊക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ സാധാരണയാണ്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്ത പല പരാതി തള്ളിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ എത്ര പരാതി കൊടുത്തു? അതൊക്കെ നടപടി ഹെലികോപ്റ്റർ പരിശോധിച്ചതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ തരത്തിൽ ഭരണപക്ഷത്തെ നേതാക്കളുടെ യാത്രക്കിടയിൽ മറ്റ് ഹെലികോപ്റ്ററുകളൊന്നും പരിശോധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. താങ്കൾക്ക് അതൊന്ന് വിശദീകരിക്കാമോ? താങ്കളുടെ കാറ് പരിശോധിച്ച് അവിടെ നിൽക്കട്ടെ. കാർഗിലിന്റെ ഹെലികോപ്റ്റർ പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. പിന്നെന്താ ഈ പരിശോധിക്കുന്നതൊക്കെ നടപടിക്രമമാണ്. ഭരണപക്ഷത്തെ നേതാക്കൾക്ക് സംഭവമല്ല. അല്ല, ഒന്നും സംഭവമല്ല. താങ്കളെ സംബന്ധിച്ച് ഒന്നും സംഭവമല്ല. പോളിംഗ് ശതമാനം സംഭവമല്ല. മോദിയുടെ പ്രസംഗങ്ങൾ സംഭവമല്ല. ഇതിപ്പോൾ ഈ പരിശോധനയും സംഭവമല്ല. ഒന്നും സംഭവമല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ BJP ജനാധിപത്യത്തിൽ നന്നായി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾക്ക് എന്തൊരു പരിഹാസമാണ്. അല്ല, തമിഴ്നാട്ടിൽ BJP-യുടെ പൈസ പിടിച്ചു പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ വാർത്ത വന്നില്ലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അപ്പം നിങ്ങളെ വാദം ഞാൻ ശരിവെച്ചിട്ട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവിടെ കാര്യക്ഷമമായ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചില്ലേ? അപ്പം അപ്പം BJP-ക്കെതിരെ നടപടിയിലായിരുന്നല്ലേ? നിങ്ങളെ വാദം അംഗീകരിച്ചാൽ ഞങ്ങളെ വാദം അത് ഞങ്ങളുടെ പൈസയല്ല എന്നാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പൈസയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നടപടി ഉണ്ടായിട്ടുണ്ടല്ലോ. എത്ര? 3.5 കോടിയോ 4.5 കോടിയോ പിടിച്ചിട്ടില്ലേ? ഇതൊക്കെ സാധാരണയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നടപടിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ 140, നിങ്ങൾ അറിയോ ഇപ്പൊ ഇൻകം ടാക്സിന്റെ വിഷയത്തിൽ കേരളത്തിലെ ഞങ്ങൾ 140 പ്രധാനപ്പെട്ട നേതാക്കളുടെ യാത്രക്കിടെ അവർ സഞ്ചരിക്കുന്ന സംവിധാനത്തെ പരിശോധിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതൊരു അപമാനിക്കലാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചും അതേ നിലവാരത്തിൽ ഉയർന്ന നേതാക്കളുടെ, പ്രധാനപ്പെട്ട നേതാക്കളുടെ വാഹനം പരിശോധിക്കണം. അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ പകരത്തിന് പകരം ചെയ്യാനുള്ള ഒന്നല്ല ഇത്. റൊട്ടീൻ ചെക്കപ്പാണ്. റാൻഡം ചെക്കിംഗ് ആണ്. സ്വാഭാവികമാണ്. ഒരു സ്വാഭാവിക ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്ന്. That has to be asked. അത് has to be asked to the election commission. The Congress party should ask the election commission, why are you not checking the... എനിക്കെന്ത് നീതികേട്? ഞാനല്ലല്ലോ അതിന്റെ തലവൻ. എന്റെ കാറ് ചെക്ക് ചെയ്ത സ്ഥിതിക്ക് എനിക്കെന്ത് നീതികേട് തോന്നും? നേതാക്കളുടെ കാര്യമല്ലേ ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എനിക്ക് എന്റെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ. താങ്കൾക്ക് താങ്കളുടെ അനുഭവം മാത്രമേ പറയാൻ പറ്റൂ. ദേശീയ തലത്തിൽ ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ജിൻഡോ ജോൺ, ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അമിത്ഷായുടെ പ്രസ്താവനയിൽ, അത് സോണിയാഗാന്ധിക്ക് പറ്റിയാണ് പറഞ്ഞത്, സോണിയാഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് 70% ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ പരാതി കൊടുക്കുമെന്നൊരു ചോദ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുമായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണം വരുമ്പോൾ എന്തുകൊണ്ട് ഇതിൽ പരാതി നൽകിയിട്ടില്ല? പരാതിയൊന്നും ഇല്ലല്ലോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ശ്രീ പത്മനാഭൻ. എന്താണ് മറുപടി കോൺഗ്രസിന്?
സ്മൃതി, ശ്രീപത്മനാഭൻ BJPയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ രാജ്യത്തെമ്പാടുമുള്ള BJP നേതാക്കന്മാരുടെയും അവരുടെ വക്താക്കന്മാരുടെയും നിലപാട് എന്താണെന്ന്. എത്ര പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ മാത്രം അനുഭവം പങ്കുവയ്ക്കാനാണെങ്കിൽ അദ്ദേഹം അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എഴുതിയിട്ടാൽ പോരെ. അദ്ദേഹം വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൂടി വക്താവായിട്ട് അഭിപ്രായം പറയാനാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും പറയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. നമ്മളൊക്കെ ഇതിന് ചെലവഴിക്കുന്ന സമയത്തെ ഒരു വിലയും കാണാതെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അത് അദ്ദേഹത്തിന്റെ ശൈലിയായിരിക്കും, അത് അവിടെ കിടക്കട്ടെ. ഞാൻ പറയുന്നത് ഖാർഗെയുടെ, രാഹുൽ ഗാന്ധിയുടെ അങ്ങനെയുള്ള ദേശീയ നേതാക്കന്മാരുടെയൊക്കെ വാഹനവും ഹെലികോപ്റ്ററും ഒക്കെ പരിശോധിക്കാൻ ആർജവം കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ BJPയുടെ ഏതെങ്കിലും അഖിലേന്ത്യാ നേതാവിന്റെ വാഹനമോ അല്ലെങ്കിൽ വാഹന വ്യൂഹമോ പരിശോധിക്കുന്നതായിട്ട് നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതിന്റെ മാക്സിമം എക്സ്റ്റെന്റിലേക്ക് BJPക്ക് വേണ്ടിയിട്ട് ചട്ടുകമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്ന. അപ്പോൾ അമിത്ഷായുടെ പ്രസംഗമോ അല്ലെങ്കിൽ മോദിയുടെ പ്രസംഗത്തിനെതിരെയൊക്കെ നിരന്തരം ഞങ്ങൾ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയുമില്ല. പക്ഷപാതിത്വപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരാതി കൊടുക്കാത്തത്. ഞങ്ങൾ ഇനി ഇവരുടെ മുമ്പിൽ BJPക്ക് വേണ്ടിയിട്ട് ഇത്തരം വേട്ടനായ്ക്കളുടെ പണിയെടുക്കുന്ന ഏജൻസികളുടെ മുമ്പിൽ പരാതി കൊടുക്കാതെ ഞങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ മുമ്പിലേക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവിടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട നരേന്ദ്രമോദി, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ എത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ മുന്നണിക്കും ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാകണ്ടേ. പരസ്യ സംവാദത്തിന് മോദിയോടൊപ്പം ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും അതിൽ നിന്ന് ഒളിച്ചോടുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയാണ്. വിഷയാടിസ്ഥിതമായിട്ട് രാഷ്ട്രീയം പറയുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുമ്പോൾ ഒരു വിഷയത്തിലും രാഷ്ട്രീയം പറയാതെ വിദ്വേഷവും വിഷവും അല്ലെങ്കിൽ വർഗീയതയെ മാത്രം വിളമ്പുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയാണ്. നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചിട്ട് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധിയിലൂടെ സംസാരിക്കുമ്പോൾ നടപ്പാക്കാത്ത വ്യാജ ഗ്യാരണ്ടി മാത്രം വീണ്ടും പുലമ്പിക്കൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുന്നു. മനുഷ്യരായിട്ട് നിരന്തരം സംവദിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ മൻ കി ബാത്ത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും നിരന്തരം പുലമ്പുന്ന നുണകളുടെ പെരുങ്കോട്ടയിൽ അഭയം പ്രാപിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയാണ്. ഇവിടെ ബുർക്ക പൊക്കുന്ന മാധവി ലതയായാലും ഗുസ്തി താരങ്ങളെ പീഡിപ്പിക്കുന്ന ബ്രിജ്ഭൂഷണായാലും ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ വീരനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ ആയാലും ഇവരൊക്കെ അനുവർത്തിക്കുന്ന നയം എന്ന് പറഞ്ഞാൽ ഈ ബലാത്സംഗികളുടെ നയം തന്നെയാണ്. ഇവരുടെ ബേട്ടി ബച്ചാവോ നാരി ശക്തിയോ ഒക്കെ നമ്മൾ കാണുന്നില്ലേ. ഇവര് ഒരു രാജ്യത്തെ ഒറ്റ നേതാവിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് BJPയുടെ IT സെല്ലെടുത്ത പണിയൊക്കെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നരേന്ദ്രമോദിയിലേക്ക് മാത്രം ഈ രാജ്യത്തെ ചുരുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ ഈ രാജ്യം നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചിനകത്ത് കൊള്ളുന്നതല്ല. ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള മുഴുവൻ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സംസ്കാരത്തിലാണ് ഈ ജനങ്ങൾക്ക് മുഴുവൻ ഒന്നിച്ചു ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ പോകുന്നത്. ഈ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 4-ാം തീയതി നമുക്ക് കാണാം. ജയിച്ചാലും തോറ്റാലും എന്നുള്ള ഒരു വിഷയമില്ല. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിന്റെ പടിക്കെട്ട് നടന്നു കയറുമ്പോഴും ഇതേ പുച്ഛവും ഇതേ പരിഹാസവും പത്മനാഭനെ പോലുള്ള BJPയുടെ പ്രതിനിധികളുടെ മുഖത്തുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീപത്മനാഭൻ മറുപടി ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഇലക്ഷൻ നേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സ്മൃതി ഒരു പക്ഷേ നമ്മുടെ മോഡിജിയുടെ വാരാണസിയിലെ റോഡ് ഷോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലെ ജനപങ്കാളിത്തം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ഉത്തർപ്രദേശിലും വടക്കേ ഇന്ത്യയിലും എന്താണ് നടക്കുന്നതിൻ്റെ തെളിവാണ്. ഞങ്ങളെ കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലെ SP BSP സഖ്യമാണ്. ഉത്തർപ്രദേശിലെ 2 പ്രബല കക്ഷികൾ തമ്മിലുള്ള സഖ്യമായിരുന്നു. എന്നിട്ട് എന്തായി? ഇത്തവണ BSP വേറെയാണ് മത്സരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അജിത് സിംഗിൻ്റെ പാർട്ടി RLD, അജിത് സിംഗ് മരിച്ചുപോയി, ജയന്ത് ചൗധരിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ പശ്ചിമ UPയിലെ ജാട്ട് മേഖലയിൽ നിർണായക സ്വാധീനമുള്ള RLD ഞങ്ങളെ കൂടെ വന്നു. SP BSP സഖ്യമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും 3% വോട്ടുമാണ്. അപ്പോൾ അത് കൂട്ടിയാലും ആവില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണ പോലും SP-ക്കും BSP-ക്കും തോൽപ്പിക്കാൻ ഞങ്ങളെ സാധിച്ചിട്ടില്ല. പിന്നെ ഇവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ടുവച്ച നിതീഷ് കുമാർ ഞങ്ങളെ കൂടെ വന്നു. തൊട്ടടുത്ത ബീഹാറിൽ ഇവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ടുവച്ച നിതീഷ് കുമാർ ഞങ്ങളെ കൂടെ വന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ ശക്തി കൂടിയ BJP, ശരത് പവാറിൻ്റെ പാർട്ടിയുടെ 4-ൽ 3 MLA മാരും അജിത് പവാർ മരുമകനും ഞങ്ങളെ കൂടെ.
ശിവസേനയുടെ പാർട്ടിയിലെ 4-ൽ 3 MLA-മാരും ഷിൻഡയും ഞങ്ങളെ കൂടെ. ഞങ്ങൾക്ക് ശക്തി കൂടിയതല്ലേ, ശക്തി കൂടിയ BJP, മോർ പവർഫുൾ BJP. ആ BJP ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവരെ ശക്തി ക്ഷയിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പിന്നെ പെർഫെക്റ്റ് പ്ലാനിങ് ഉണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്തും ഞങ്ങൾ എന്തൊക്കെ പറയുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ അബദ്ധം വിളിച്ച് പറയാറില്ല മണിശങ്കർ അയ്യരെ പോലെ. എന്റെ മുഖം നോക്കിയിട്ട് ആഫ്രിക്കക്കാരനെ പോലെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറയാത്തത്? എന്ത് മിണ്ടാതിരിക്കും, ഒന്ന് മിണ്ടാതിരിക്കും ചേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കും ചേട്ടാ. സാം പിത്രോഡന്റെ വായ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിക്ക് കേട്ടോ. സാം പിത്രോഡന്റെ ഒന്ന് മിണ്ടാതിരിക്കും. സാം പിട്രോണിന്റെ മണിശങ്കരയ്യയും വായ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിക്ക്. സാം പിട്രോടെ വായ തുറന്നാൽ മണിശങ്കർ അയ്യർ വായ തുറന്നാൽ നിങ്ങളുടെ അധോഗതി വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. നിങ്ങൾ ആഫ്രിക്കക്കാരനാ? നിങ്ങളുടെ പൂർവികർ ആഫ്രിക്കക്കാരാ? നിങ്ങളുടെ പൂർവികർ ആഫ്രിക്കക്കാരാണോ? ഡു യു ലുക്ക് ലൈക്ക് ആൻ ആഫ്രിക്കൻ? ഡു യു ലുക്ക് ലൈക്ക് ആൻ ആഫ്രിക്കൻ? നിങ്ങളുടെ ആഫ്രിക്കക്കാരനാ? നിങ്ങൾ ഏത് ആഫ്രിക്കയിൽ വന്ന്, നിങ്ങളെ ഏത് പൂർവികർ ആഫ്രിക്കയിൽ വന്നത്? കേരളക്കാരും ദക്ഷിണേന്ത്യക്കാരും ഒക്കെ ആഫ്രിക്കക്കാരാന്ന് പറയും അല്ലേ? പാകിസ്ഥാനെ പേടിക്കണം. മണിശങ്കർ അയ്യർ പറയാ പാകിസ്ഥാനെ പറയാ പാകിസ്ഥാനെ പേടിക്കണം. നിങ്ങൾ പേടിച്ചോ? നിങ്ങൾ പേടിച്ചോ? കണ്ടിട്ട് ആഫ്രിക്കക്കാരി തോന്നുന്നുണ്ടോ? ആഫ്രിക്കക്കാരാണത്ര ഇന്ത്യ, ദക്ഷിണേന്ത്യക്കാര് ആഫ്രിക്കക്കാരത്രേ. പൊട്ടത്തരം വിളിച്ച് പറയാ. കേട്ടോ, ഭക്ഷണം കഴിക്കാനും അബദ്ധം പറയാനും, ഭക്ഷണം കഴിക്കാനും അബദ്ധം പറയാനും മാത്രം വായ തുറക്കുന്ന ഇനി 5, 6, 7 ഘട്ടങ്ങൾ. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് തർക്കം ഇനിയും അടുത്ത ഘട്ടത്തിൽ തുടരാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.